ചാനൽ വേ ഓഫ് ശിൽപ. ഇന്ന് ഞാനും ധീരജേട്ടനുമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചാണ് ഞങ്ങൾ രണ്ടും എന്താണ് സംഭവം. അതൊരു സംഭവം ഉണ്ട്. അതായത് ഹൂ നോസ് ഹൂ എന്നുള്ള ഒരു കാർഡ് ഗെയിം കളിക്കാനാണ് ഇരിക്കുന്നത്. ഒരുവിധമുള്ള എല്ലാ കപ്പിൾസും അത് ചെയ്തിടുന്ന നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ലാസ്റ്റ് മന്ത് ഇങ്ങനെ ഇവിടെ ഒരു ടെസ്കോ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ വെറുതെ തെണ്ടി തിരിയാൻ വൈനോക്കം കയറിയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടാണ്. ആക്ച്വലി ഇത് വാലന്റൈൻസ് ഡേ അടുപ്പിച്ച് എന്തോ വന്ന സംഭവമാണ്. അപ്പൊ ഞാനിത് എടുത്തു. അപ്പൊ ഒന്ന് കളിച്ചു നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിനകത്ത് കുറെ 50 കാർഡുണ്ട്. അപ്പൊ എന്തൊക്കെയാ കാർഡിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ എനിക്ക് 10 എണ്ണം, ധീരജേട്ടന് 10 എണ്ണം, അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ കാർഡ് എടുത്തിട്ട് എന്റെ ഇത് ധീരജേട്ടന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ധീരജേട്ടൻ ഉത്തരം പറയണം. ധീരജേട്ടൻ കാർഡ് എടുത്തിട്ട് എന്റെ അടുത്ത് ചോദിക്കും. അതായത് ഇപ്പൊ ഞാൻ കാർഡ് എടുത്തിട്ട് 10 കാർഡ് നിനക്ക്, 10 കാർഡ് എനിക്ക്, ടേൺ വൈസ് ആ കാർഡിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അത്രേ ഉള്ളൂ. ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചൊരു ഫ്ലോയിൽ അങ്ങ് കണ്ടുപോവാ. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ബെസ്റ്റ് പാർട്ട്ണർ എന്ന്. ഇവിടെ ഒരു യുദ്ധം നടക്കും. എനിക്കൊന്നും അറിഞ്ഞോടാ ചേട്ടൻ്റെ ഒരു കാര്യങ്ങളും. നമ്മൾ ആദ്യം കാർഡ് എടുത്ത് ഷഫിൾ ചെയ്യണം. നമ്മൾ ചീട്ടൊക്കെ ഷഫിൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഷഫിൾ ചെയ്ത് തരും. അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു ദിവസം യൂണും എല്ലാരും കൂടെ കളിക്കുന്നത് വ്ലോഗ് എടുക്കണം. എന്തൊക്കെ ക്വസ്റ്റ്യൻ. 1 2 3 4 5 6 7 8 9 10 2 3 4 5 6 7 8 9 10. ഓക്കേ. അപ്പൊ ഞാനിപ്പോ എടുത്തിട്ട് എന്റെ ഇത് നിന്റെ അടുത്ത് ചോദിക്കണം അല്ലേ? നീ ഫസ്റ്റ് പോ, സ്റ്റാർട്ട് ചെയ്യ്. പക്ഷേ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which celebrity couple do I think is the cutest? ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഏത് സെലിബ്രിറ്റി കപ്പിളാണ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത്? എനിക്ക് നിമ്മി അരുൺ ഗോപൻ. സത്യം ഞാൻ അവരുടെ നിമ്മി ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലെ വ്ലോഗ് കണ്ട് ഫാൻ അഡിക്റ്റ് ആയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഒരു പോയിന്റ്. Okay. Next. What's my signature dish? നിന്റെ സിഗ്നേച്ചർ ഡിഷോ? ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ്. അത് എനിക്കറിയാലോ. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഏതാ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞപ്പോ ഇവൻ പല ഫുഡും ഉണ്ടാക്കും. അതിലെനിക്ക് ഏറ്റവും ഭയങ്കര ബെസ്റ്റ് ആയിട്ട് തോന്നിയത് അത് തന്നെയാണോ നിനക്ക് ബെസ്റ്റ് എന്ന് ഞാനിപ്പോ എങ്ങനെ കൺഫ്യൂഷൻ ആണല്ലോ. മന്തി. ഏറ്റവും കൂടുതൽ ഞാൻ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയത് മന്തിയില്. അങ്ങനെയാണോ? ഔദാര്യത്തോട് ഇനി ചോദിക്കും. എനിക്കറിയാം. വാട്ട് ഫ്രൂട്ട് ഡു ഐ മോസ്റ്റ് ലൈക്ക് ടു ഈറ്റ്? എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള ഫ്രൂട്ട്. സ്ട്രോബെറി അല്ലെങ്കിൽ ഗ്രേപ്സ്. എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. മാങ്ങ ഇവിടെ മാങ്ങ അധികം കിട്ടാറില്ലാത്തോണ്ടാ. തെറ്റി സ്ട്രോബെറി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. സ്ട്രോബെറി സ്മൃതിയുടെ ഫേവറേറ്റ്. പോയിന്റ് നമ്മൾ മാർക്കേട്ടെ. എനിക്ക് എത്ര പോയിന്റ്? എനിക്കൊന്ന്, തിരിച്ചേട്ടനൊന്ന്. ഒരു ക്വസ്റ്റ്യൻ റോങ് ആൻസർ കൂടെ എടുക്കണം. എനിക്കൊന്ന്, നിനക്കൊന്ന്. എത്ര എണ്ണം തെറ്റിന്നും കൂടെ? നിനക്ക് ഒരെണ്ണം തെറ്റി. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അവസാനം ആർക്കും ഏറ്റവും കൂടുതൽ വരുന്നത് അത്.
What luxury brand would I buy from if I had a chance? നിനക്കൊരു ചാൻസ് കിട്ടിയ ഏത് ലക്ഷറി ബ്രാൻഡ് ആയിരിക്കും? അതിപ്പോ എനിക്കറിയില്ല. ഇത് ഞാൻ ക്ലൂ തരാം. നിക്ക് ലക്ഷറി ബ്രാൻഡ് ഇപ്പൊ നീ അങ്ങനെ ലക്ഷറി ബ്രാൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ക്രൈസ് ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ക്രൈസ് ഉള്ള സാധനങ്ങള് ഷൂസ്, പിന്നെ സ്പെക്സ്. ഷൂസ് തന്നെ ഇപ്പൊ അഡിഡാസിന്റെ ഷൂസ് ഉണ്ട്, സ്പെക്സ്. പക്ഷെ ലക്ഷറി ബ്രാൻഡ് അങ്ങനെ അതങ്ങനെ എനിക്കങ്ങനെ സ്പെസിഫിക് ആയിട്ടൊന്നും ഇല്ല. ഷൂസും നിനക്ക് ഇഷ്ടമുള്ള ഒരു ആൻസർ പറ. എനിക്കറിയില്ല. കാറാണ്, പക്ഷെ അതിന്റെ ലക്ഷറി എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ പല ഇഷ്ടങ്ങളുണ്ട്. അതിനകത്ത് ലക്ഷറി ബ്രാൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല. കാറാണെങ്കിൽ എനിക്ക് വാങ്ങാൻ ഫെറാറിയൊക്കെ വാങ്ങാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറ്റൂല. പോയിന്റ്, നോ പോയിന്റ്. നിനക്ക് വല്ല പോയിന്റ് എനിക്കല്ല. കൊള്ളൂല, ഞാൻ വിചാരിച്ചണക്കൊന്നല്ല. പിന്നെ എനിക്ക് ചോദിക്ക്. What smell do I like the most? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണം. എനിക്ക് ഏത് മണം ഇഷ്ടം? എനിക്ക് കറക്റ്റ് ഒരു മണത്തിന് ഇഷ്ടം. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട മണം. നല്ല സ്മെല്ലൊക്കെ ഇഷ്ടാ. നല്ല സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടാ. പ്രത്യേകിച്ച് ഇഷ്ടമുള്ള മണമൊന്നും ഇല്ല എനിക്ക്. അതുകൊണ്ട് നീ സേഫ് ആയി, രക്ഷപ്പെട്ട്. നെക്സ്റ്റ്. Who is my favorite superhero? സൂപ്പർ ഹീറോ. ഞാൻ അയൺമാൻ ആണോ സ്പൈഡർമാൻ ആണോ എന്നിങ്ങനെ. അയൺമാനുമാണ് എന്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ, ടോണി സ്റ്റാർക്ക്. വാട്ട്സ് മൈ ഫേവറേറ്റ് ടി.വി. ഷോ? എന്റെ ഏറ്റവും ഫേവറേറ്റ് ടി.വി. ഷോ, എനിക്ക് അന്നും എന്നും ഫേവറേറ്റ് ഒരു ടി.വി. ഷോയുടെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും, എന്റെ ജനറേഷനിലെ ആൾക്കാർക്ക് അത് തന്നെയായിരിക്കും ഫേവറേറ്റ്. അതിനുശേഷം ടി.വി. ഷോ വന്നിട്ടില്ല. പാട്ടിന്റെ റിയാലിറ്റി ഷോ അതൊരു ആക്ച്വലി പാട്ടാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ അതിന് മുമ്പൊക്കെ നമുക്ക് ഡിഫറൻസ്. പാട്ട് ഉദ്ദേശിച്ച് സരിഗമപായിട്ട്, സരിഗമപായ്ക്ക് മുമ്പേ ഫേവറേറ്റ് ഷോയെ മാറിയത് ഡിഫറൻസ് തന്നെയാണ്. കറക്റ്റ് പറഞ്ഞു. What website do I visit the most? ഞാൻ വിസിറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആമസോൺ. കൂടെ കൂടുതൽ കാര്യമില്ല, അത് ആമസോണിൽ ഇരുന്നിട്ട് ഇത് കൊള്ളാല്ലേ അത് കൊള്ളാല്ലേ ഇതല്ലേ നോക്കുന്നത്. വാട്ട്സ് മൈ ഫേവറേറ്റ് ഗിഫ്റ്റ് ദാറ്റ് യു ഹാവ് എവർ ഗിവൺ മീ? നിനക്ക് ഞാൻ തന്നിട്ടുള്ള ഫേവറേറ്റ് ഗിഫ്റ്റ്. എവർ ഗിവൺ മീ, യു ഹാവ് എവർ ഗിവൺ മീ. ഫേവറേറ്റ് ഞാൻ അങ്ങനെ ഗിഫ്റ്റ് ഒന്നും നിനക്ക് തന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ടെഡി ബിയർ എന്നുള്ള പാവ. ഞാൻ ഇതെനിക്ക് കിട്ടാൻ ചാൻസ്. വാട്ട്സ് മൈ ഫേവറേറ്റ് മേക്ക് ആൻഡ് മോഡൽ ഓഫ് എ കാർ? മേക്ക് ആൻഡ് മോഡൽ പണ്ടത്തെ വിന്റേജ് ടൈപ്പ് കാറ്, അതൊന്നും കൂടെ പുതിയ രീതിയിൽ ഇതാക്കി മേടിച്ചാ കൊള്ളാമെന്ന് ധീരജേട്ടന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴൊന്നുമല്ല, നമ്മൾ ഭയങ്കര റിച്ച് ഒക്കെ ആവുമ്പോ. വാട്ട്സ് മൈ പ്രിഫേർഡ് ടൈപ്പ് ഓഫ് ഫാസ്റ്റ് ഫുഡ്? ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഫാസ്റ്റ് ഫുഡ് ബർഗർ. എത്ര പോയിന്റായി? സ്റ്റൈല് പോയിക്കൊണ്ടിരിക്കുക. വാട്ട് ആം ഐ മോസ്റ്റ് ലൈക്ലി ടു സ്പെൻഡ് ബിഗ് മണി ഓൺ? ഏറ്റവും കൂടുതൽ പൈസ ലാക്കാൻ ചാൻസ് ഉള്ളത് ഗെയിമിംഗ് സെറ്റ് PS5 ഇരിക്കുന്ന. ഇനി അടുത്തതും കൂടെ PS6 ഇറങ്ങിയ ഇത് മാറ്റിയിട്ട് അത് മേടിക്കും. ഞാൻ പ്രതീക്ഷിച്ചടക്കല്ല.
ഇനി നീ വാട്ട്സ് മൈ ഗോ ടു കരോക്കെ സോങ്? ഗോറ്റ് കരോക്കെ സോങ് അച്ഛനെ വിളിച്ചോണ്ട് വരാ. കുറയില്ലേ നീ കരോക്കെ വെച്ച് പാടുന്ന പാട്ടുകൾ എന്ന് പറയുന്നത്? എനിക്കങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല. ഫേവറേറ്റ് സോങ് പറ. ഫേവറേറ്റ് സോങ് ഹിമമഴ. അതെനിക്ക് പോയിന്റേ. നമ്മള് ഫസ്റ്റ് നാട്ടിൽ വെച്ചിട്ട് ഡേറ്റിന് പോയപ്പോ ഫസ്റ്റ് കാറിൽ പ്ലേ ചെയ്ത് അതായിരുന്നു ഹിമമഴയായി. ഇനി ഞാൻ ഹൂസ് മൈ ഫേവറേറ്റ് ഓതർ? അതെനിക്ക് സോറി ഗൈസ്, ഞാൻ ബുക്ക് വായന ശീലമില്ല. ദിരിചേട്ടന് ബുക്ക് വായന ശീലം ഉള്ളത്, ഞാൻ അങ്ങോട്ട് ഭാഗത്തേക്ക് എടുക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. അത് നിനക്ക് ഫേവറേറ്റ് ഓതർ ഏതാ? ഓ, ഞാൻ വരെ ജയ്ക്ക റൗളിംഗ് വില്ലേജ് ബേസ് പറഞ്ഞേ, എനിക്ക് അവരേക്ക് അറിയൂ ഇതൊക്കെ. വാട്ട്സ് ജനർ ഓഫ് മൂവി ഡു ഐ മോസ്റ്റ് ലൈക്ക് വാച്ചിങ്? അത് എത്ര പ്രേത സിനിമകൾ പേടിച്ചാലും ഞാൻ ഇരുന്ന് കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറന്റ്ലി നോക്കണ്ട, ഓൾ ടൈം ഫേവറേറ്റ് നോക്കിക്കോ. കറന്റ്ലി ആയിട്ട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഓൾ ടൈം ഫേവറേറ്റ് ഇപ്പൊ അങ്ങനെ പൊതുവെ അങ്ങനെ എന്റെ കിടക്ക് അങ്ങനെ പാട്ട് പ്രാന്തമുള്ളതല്ല. ഇന്നലെയും കൂടെ കേട്ട പാട്ട് മറ്റില്ല, അത് പഴയ പാട്ട് ആഫ്രി അത് ആഫ്രീൻ. അത് എത്ര പേർക്ക്, അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള സോങ്ങാന്ന് പറഞ്ഞു. ഇന്നലെ മേലിൽ സച്ചുന്റെ റൂമിൽ പ്ലേ ചെയ്തപ്പോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനാണ് ഇപ്പൊ ചോദിച്ചു വാട്ട്സ് മൈ ഫേവറേറ്റ് സോങ്. ഞാൻ ചോദിക്കട്ടെ, വാട്ട്സ് മൈ സ്റ്റാർ സൈൻ? എന്റെ നക്ഷത്രത്തിന്റെ സൈൻ എന്താണെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടോ. അത് സോഡിയക് സൈൻ അല്ലേ? ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനെ ചിന്തിക്കാം. സ്റ്റാർ സൈൻ എന്തോ എനിക്കറിയത്തില്ല. എന്റെ സ്റ്റാർ സൈൻ നമ്മുടെ മറ്റേ സൈൻ സോഡിയക് സൈൻ എന്ത്? എനിക്കല്ലേ പോയിന്റ്. ഓക്കെ, വാട്ട് സ്പോർട്ട് ഡു ഐ മോസ്റ്റ് ലൈക്ക് ടു പ്ലേ? വാട്ട് സ്പോർട്സ്? ഞാൻ സ്പോർട്സ് കളിക്കുന്ന ഗിഫ്റ്റ് ഒന്നുമില്ല. ഗെയിമിലും ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഏതാണ് ഗെയിം. നീ ഇപ്പൊ എല്ലാം കളിക്കാറുണ്ടല്ലോ. അങ്ങനെ സ്പോർട്സിനോട് നിനക്ക് സ്പോർട്സ് താല്പര്യപ്പെടുന്ന ആളല്ല, പക്ഷെ ഞാൻ എനിക്കിഷ്ടമുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് ഉണ്ട്. എവിടെ? അവിടെ യുഎസ് നിൽക്കുന്ന സമയത്ത് വോളിബോളോ ബാസ്കറ്റ്ബോളോ? നോ പോയിന്റ്. സ്പോർട്സ് ഒന്നും കളിക്കാറില്ല, പിന്നെ എങ്ങനെ ഞാൻ അങ്ങനെ പറയും? അല്ല, കഞ്ഞിയും കറിയൊക്കെ ആണെങ്കിൽ പറയും. അതൊരു സ്പോർട്സ് ആണ്. വാട്ട് ബോർഡ് ഗെയിം വുഡ് ഐ ഓൾവേസ് ചൂസ് ടു പ്ലേ? ബോർഡ് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളങ്ങനെ ബോർഡ് ഗെയിം. നീ എങ്ങനെ ബോർഡ് ഗെയിം കളിച്ചിട്ടില്ല, പക്ഷേ കളിച്ചതിന്റെ ഇടയ്ക്ക് ഗെയിം ഓഫ് ലൈഫ് അത് മാത്രമേ കളിച്ചിട്ടുള്ളൂ. എന്റെ കാർഡെല്ലാം തീർന്നു. What type of dessert am I most likely to order? Dessert. ഓർഡർ ചെയ്യുമ്പോഴോ? നമ്മൾ ഡെസേർട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടില്ലല്ലോ. എന്നാലും നമ്മുടെ റെസ്റ്റോറന്റിലെ കേസ് വെച്ചോളാം, അവിടെ ഞാൻ ഏറ്റവും ലൈക്ലി ടു ഓർഡർ നമ്മുടെ ഇപ്പോഴത്തെ മെനുവില് നമ്മൾ മോണ്ട് ബ്ലോങ്കോ അടിപൊളി ഡെസേർട്ട് എന്ന് ഞാൻ പറയില്ല. എനിക്ക് ബട്ടർ മിൽക്ക് പുഡിംഗ് ഇഷ്ടം. കഴിഞ്ഞിരിക്കുന്നു പോയിന്റ് ആണ്. ഓക്കെ, ഇതാ പോയിന്റ്. കാണത്തില്ല. നീ എഴുത മൊത്തത്തില് 1 2 3 4 5 6 7 8. എനിക്ക് 8. 1 2 3 4 5 6 7 സ്പോർട്സിന്റെ ഒരെണ്ണം പോയി. അതിപ്പോ സ്പോർട്സ് കളിക്കാറില്ല ഞാൻ, പിന്നെ എന്ത് ചെയ്യാനാ? ഞാൻ ജയിച്ചു, സമ്മതിച്ചു. നീ ബെസ്റ്റ് ആണ്. നിനക്ക് എന്നെക്കാളും, നിനക്ക് എന്നെ അറിയാവുന്നേക്കാളും എനിക്ക് നിന്നെ അറിയാം. ഒരു പോയിന്റ്. ഒരു സെറ്റ് കഴിഞ്ഞ് അടുത്ത സെറ്റ് വേണമെങ്കിൽ നമുക്കിപ്പോ ഇരിക്കാം. നെക്സ്റ്റ് പാർട്ട് 2. ഇപ്പൊ എത്രയേ ഉള്ളു? പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാലിരിക്കാം. അപ്പൊ കുറച്ചേ ഉള്ളൂ.
വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ തീർത്തു. കൊറേ പക്ഷെ കൊള്ളാം കേട്ടാ, സംഭവം കൊള്ളാം, അടിപൊളി. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. കുഞ്ഞു വ്ളോഗ് എന്ന് പറയുമ്പോൾ കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഹോ അത്രേ ഉള്ളൂ. കപ്പിൾസിന്റെ ചലഞ്ച്, ഇനി അതുപോലത്തെ കുറെ ചലഞ്ചൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.